നമസ്കാരം. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഈറ്റല്ലമാണ് എന്ന് നമുക്ക് അറിയാമെങ്കിൽ കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ വലിയ അട്ടിമറി വിജയമാണ് അവിടെ ഉണ്ടായത്. സുരേഷ് ഗോപിക്ക് 6 നിയോജകമണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷമായിരുന്നു. ഗുരുവായൂർ മാത്രമാണ് UDF അനുകൂലമായി, മുരളീധരന് അനുകൂലമായി വോട്ട് കിട്ടിയത്. നമുക്കറിയാം ഇത്തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ചാലക്കുടി മാത്രമാണ് UDF-നോടൊപ്പം 13 സീറ്റിൽ 12 സീറ്റും LDF അനുകൂലമായിട്ടുള്ള ഇതാണ് ഉണ്ടായിട്ടുള്ളത്. 12 സീറ്റിലും LDF ആണ് വിജയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തവണ 7 മുതൽ 8 സീറ്റ് വരെ ഉറപ്പായിട്ടും UDF പിടിച്ചെടുക്കുമെന്നാണ് അവിടുത്തെ DCC പ്രസിഡന്റ് പറയുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറയുന്നത് 3 മുതൽ 4 വരെ സീറ്റുകളാവാം, മാക്സിമം 5 വരെ ആകാമെന്നൊക്കെയാണ്. പക്ഷെ 4 അവർ പറയുന്നത്. ജോസഫ് ജില്ലാ പ്രസിഡന്റ് പറയുന്നത് 7 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ്. അതിനുള്ള കാരണങ്ങൾ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. കാരണങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനം പിണറായി ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതേപോലെ ഏറ്റവും പ്രധാനം സുരേഷ് ഗോപിയെ കഴിഞ്ഞ വർഷം വിജയിപ്പിച്ചത് LDF ധാരണയായിരുന്നു. LDF വോട്ട് മറച്ചു കൊടുത്തു. അതോടൊപ്പം തൃശ്ശൂർ പൂരം കലക്കിയതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി അവിടെ ഇനി സുരേഷ് ഗോപി നിന്നാൽ ജയിക്കില്ല തൃശ്ശൂർ എന്നാണ് അദ്ദേഹം പറയുന്നത്. മൊത്തം 14 സീറ്റിൽ അദ്ദേഹം പറയുന്ന 7 സീറ്റുകൾ ഏതാണെന്ന് അറിയണ്ടേ? നമുക്ക് കൃത്യമായി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. 13 സീറ്റിൽ 7 സീറ്റ് തൃശ്ശൂർ നേടുകയാണെങ്കിൽ VD സതീശൻ പറഞ്ഞ 100-ൽ പരം സീറ്റുകളിലേക്ക് കടക്കും. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മാക്സിമം പോയി 94 സീറ്റുകളാണ് കടന്നു പോയിട്ടുള്ളത്. എന്നാൽ തൃശ്ശൂർ അങ്ങനെയല്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് കൃത്യമായി പറയുകയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന കുന്നംകുളത്ത് AC മൊയ്തീനാണ് ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സർവേയിൽ മനസ്സിലായിട്ടുള്ളത്. അവിടെ പോയി ഞങ്ങൾ നേരിട്ട് കണ്ടെത്തിയുള്ള കാര്യങ്ങൾ AC മൊയ്തീൻ അനുകൂലം. പക്ഷെ AC മൊയ്തീൻ ജയിക്കരുത്, കാട്ടുകളനാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കരുവന്നൂർ ബാങ്കിലടക്കം അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹത്തെ BJP രക്ഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ വീട് റെയ്ഡ് ചെയ്ത് വിലപ്പെട്ട രേഖകൾ എടുത്തിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് വർഗീസിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് കരുവന്നൂർ ബാങ്ക് വീണ്ടും അവർ പിടിച്ചെടുത്തു എന്നുള്ളത് ആണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇത്രയും തട്ടിപ്പുകൾ നടത്തിയിട്ടും വടക്കാഞ്ചേരി ഇത്തവണ UDF വിജയിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തൃശ്ശൂർ എന്തായാലും രാജൻ പള്ളം വിജയിക്കുമെന്ന് പറയുന്നു. ചാലക്കുടി ഉറപ്പായിട്ടും വിജയിക്കുന്നു പറയും. ഇരിഞ്ഞാലക്കുടയും അതേപോലെ കൊടുങ്ങല്ലൂരും വിജയിക്കുമെന്ന് പറയും. നാട്ടിക ഇത്തവണ LDF-ന്റെ വോട്ട് ഭിന്നിച്ചു പോകുന്നതുകൊണ്ട് UDF വിജയിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വളരെ ശക്തമായ രൂപത്തിൽ 7 സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്നാണ് ആര് പറയുന്നത്? ടാജൻ ജോസഫ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം ഞാനുമായി സംസാരിച്ച ഫോൺ സംഭാഷണമാണ് ഞാൻ പുറത്തുവിടുന്നത്. ഞാനൊരു ബൈറ്റ് എടുക്കാനാണ് വിളിക്കുന്നത്. അതായത് തൃശ്ശൂരിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങള് പ്രകാരം തൃശ്ശൂരിൽ UDF വളരെ ദയനീയമായ അവസ്ഥയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? അത് ആ എക്സിറ്റ് പോൾ ഫലങ്ങള് തെറ്റും തൃശ്ശൂരിൽ, യാതൊരു സംശയങ്ങളും വിചാരിക്കണ്ട. നമുക്ക് ജില്ലയിൽ ശക്തമായ തിരിച്ചുവരവും വലിയ ആധിപത്യവും ഉണ്ടാവും. അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയത്തില്ല. എത്ര സീറ്റ്? അല്ല സീറ്റിന്റെ അല്ല ഞാൻ പറയണത്. ഇവര് ഈ പറയുന്നത് എന്താണ് അടിസ്ഥാനം എന്ന് ഇതിന്റെ ഒരു ഭാഗത്ത് ഇവര് പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 16-ലും 21-ലും ഇടതുപക്ഷത്തിനുണ്ടായ വിജയം, ആ വിജയത്തിന് എന്തെല്ലാം ഘടകങ്ങൾ അടിസ്ഥാനമായോ ആ ഘടകങ്ങളൊക്കെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും പിന്നെ അസസ്മെന്റ് യോഗം, ആ യോഗം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് മണലൂര്, ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശ്ശൂര്, പിന്നെ വടക്കാഞ്ചേരി, അതുപോലെ തന്നെ ഗുരുവായൂര്, പിന്നെ കൊടുങ്ങല്ലൂർ, ഇതിൽ വ്യക്തമായ ആധിപത്യത്തോടു കൂടിയുള്ള വിജയം തന്നെ ഉണ്ടാവും. ഈ തരംഗം ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഒല്ലൂര്, കയ്പമംഗലം, കുന്നംകുളം നമുക്ക് ജയിക്കാനുള്ള വലിയ സാഹചര്യം, ഈവൻ പുതുക്കാട്. കാരണം അങ്ങനത്തെ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഈ ജില്ലയിലുണ്ട്. ഇടതുപക്ഷത്തിന് പിന്നെ അവകാശപ്പെടാനാവുന്ന ഒരു പ്രവർത്തനവും അവർക്ക് അങ്ങനെ ഒരു മേന്മയിലുള്ള ഒരു പ്രവർത്തനം, മികവുറ്റ പ്രവർത്തനം ഉണ്ടായി എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഉറപ്പിച്ച് പറയുന്നത് ഏതാ? 7 സീറ്റുകളാണ് ഉറപ്പിച്ച് പറയുന്നത്.
അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടി അസസ്മെന്റും UDFന്റെ അസസ്മെന്റാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം, ബാക്കിയുള്ള സീറ്റുകളിൽ തരംഗം വരികയാണെങ്കിൽ ഞങ്ങൾ ജയിച്ചു കയറും. അത് പിന്നെ അതിനടിസ്ഥാനമായി പല ഘടകങ്ങളുണ്ട്. നിങ്ങൾക്ക് ആലോചിച്ചറിയാവുന്ന ഘടകങ്ങൾ ഒക്കെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായോ ആ നേട്ടങ്ങള് ഞങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഇവരുടെ പിന്നെ ഏറ്റവും കൂടുതൽ ശക്തം എന്ന് പറയുന്ന കയ്പമംഗലം. ആ കയ്പമംഗലത്ത് ഞങ്ങൾക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ആ നിയോജകമണ്ഡലത്തിൽ നിന്ന്. മറ്റു 2 സ്ഥാനാർത്ഥികളും പുറമേ നിന്നാണ്. അതുപോലെ തന്നെ അവിടെ ടൈസൺ മാഷ്ക്ക് കിട്ടിയിരുന്ന പല ആനുകൂല്യങ്ങളുണ്ട്. ആ ഒരു ഘടകങ്ങളെല്ലാം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അനുകൂലമാണ്. നാട്ടികയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി MLA ആയിരുന്ന CC മുകുന്ദൻ പോയതോടുകൂടി ഇടതുപക്ഷത്തെ പല വോട്ടുകളും BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഉള്ളിലെ റിഫ്റ്റ് ഇടതുപക്ഷത്തു നിന്ന് പല വോട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കുന്നംകുളത്ത് AC മൊയ്തീനെ കഴിഞ്ഞ പ്രാവശ്യം അനുകൂലമായ ഘടകങ്ങളിൽ അതിന്റെ ഒരു 25% ഞങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ളതാണ്. അങ്ങനെ ഓരോ സീറ്റുകൾക്കും ഞങ്ങൾക്ക് വ്യക്തമായ കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം എത്രമാത്രം എഫക്ട് ചെയ്തിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ഈ ജില്ലയിൽ ശക്തമായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ 39 പഞ്ചായത്തും 44 പഞ്ചായത്താണ് ഇടതുപക്ഷത്തിനുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ ഇത്ര വ്യത്യാസം വരണത്? ഇതിനൊരു അടിസ്ഥാനം വേണ്ടേ? 56 സീറ്റുള്ള തൃശൂർ കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് 33 സീറ്റുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ 25 സീറ്റ് 24 സീറ്റ് എവിടെ കോർപ്പറേഷൻ ലിമിറ്റില്. അവിടെ ബാക്കി 16 സീറ്റേ ഉള്ളൂ. അതില് BJP പകുതി CPM ആണ്. അവിടെ അത്ര മെജോറിറ്റി ഞങ്ങൾക്കാണ്. കൊല്ലൂരിലുള്ള 16 സീറ്റിൽ ഞങ്ങൾക്ക് 11 സീറ്റുണ്ട്. പിന്നെ അതിന് പുറമെ 2 വിമതര് മുന്നുണ്ടായിരുന്നവര് ഞങ്ങളുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്താണ് ഇവരുടെ കണക്ക്? ഒരു കണക്ക് വേണ്ടേ? ഈ എക്സിറ്റ് പോളിന് ഒരു കണക്ക് വേണ്ടേ? അടിസ്ഥാനപരമായി ഒന്നുമില്ല. ഇവരിങ്ങനെ പറയാണ്, മനസ്സിലായോ? പല ചാനലുകളും നാഷണൽ ചാനലുകളാണല്ലോ ഒരേപോലെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരേപോലെ ഞാൻ അതിനെ എതിർക്കുന്നില്ല. ഈ ഒരേപോലെ എന്ന് പറയുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാലോ, 4 വരെ വെയിറ്റ് ചെയ്യാം. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ഏകീകരണം ഉണ്ടായിട്ടുണ്ടോ മറ്റു ജില്ലകളെ പോലെ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അതാണല്ലോ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് 16ലും 21ലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ അനുകൂലമായ ഘടകങ്ങൾ ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഫേവറാണ്. സ്വാഭാവികമായും ഇവിടെയുള്ള ഏത് രീതിയിലുള്ള വോട്ടുകൾ നിങ്ങൾ എടുത്താലും ഞങ്ങൾക്ക് അനുകൂലമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 16 പഞ്ചായത്തല്ലേ 86ല്, 70 പഞ്ചായത്ത് അവരുടെ കയ്യിലിരുന്നതല്ലേ. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? ബ്ലോക്ക് പഞ്ചായത്ത് 16 എണ്ണത്തിൽ 5 എണ്ണം ഞങ്ങള് ജയിച്ചു, 2 എണ്ണം ടോസിലാണ് മിസ്സിങ്. അപ്പൊ 7 എണ്ണല്ലേ ഇൻ ഇഫക്റ്റ്. ഇതൊന്നും മനസ്സിലാക്കാതെ കൊണ്ടാണ് ഈ സർവേക്കാര് നടത്തണേ എന്നുള്ളത് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനതിൽ മറ്റു കാര്യങ്ങൾ ഒരു തർക്കത്തിന് വേണ്ടി നിൽക്കല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ജില്ലയിൽ തെറ്റും. ഞാൻ അത്രേ പറയണോ. നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 8 സീറ്റ് വരെ കിട്ടുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് കിട്ടണല്ലോ. ഞാൻ ബാക്കിയുള്ളതും കൂടെ ഞാൻ പറയുന്നതിന്റെ കാരണം ചില അനുകൂല ഘടകങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് വർക്കൗട്ട് സുരേഷ് ഗോപി ലോക്സഭയിൽ വിജയം നേടിയിട്ടുള്ള സ്ഥലമാണ്. അവിടെ 7 നിയോജക മണ്ഡലത്തിൽ 6 എണ്ണത്തിലും വൻ ഭൂരിപക്ഷമായിരുന്നു. അത് BJPക്ക് വല്ല ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടോ? ഒരു ഗുണവും ചെയ്യില്ലല്ലോ. തദ്ദേശ സ്ഥാപനങ്ങൾ ഇലക്ഷനിലെ എവിടെയാണ് ഈ BJP ഉണ്ടായത്? ഈ സുരേഷ് ഗോപിയുടെ വരവിൽ ഞങ്ങൾക്ക് പറ്റിയ പ്രയാസത്തെ കുറിച്ച് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളതല്ലേ. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി മാറേണ്ടി വന്നതിലുണ്ടായ ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ
മുരളീധരനാണെങ്കിൽ വിജയിച്ചു. അല്ല, മുരളീധരനാണല്ലോ അവിടെ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഉണ്ടായിരുന്നത് അല്ല, അതായത് ടി.എൻ. പ്രതാപൻ ആദ്യം അദ്ദേഹം മത്സരം താല്പര്യമില്ല, ഇനി ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. ആ കോവിഡ് അവസാനിക്കുന്നത് വരെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏറ്റവും വലിയ കോവിഡ് കാലത്ത് മിഷണറി മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കൽ തൊട്ട് അതുപോലെ തന്നെ മരുന്നുകൾ എല്ലാവർക്കും ആവശ്യക്കാർക്ക് മുഴുവൻ ജീവിതശൈലി രോഗങ്ങളുടെ മരുന്ന് വിതരണം തൊട്ട് എല്ലാതും നിറഞ്ഞു നിന്നിരുന്ന ഞങ്ങളുടെ MP ആണ്. പിന്നെ അദ്ദേഹം മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞു. ആ ഗ്യാപ്പിലാണ് സുരേഷ് ഗോപി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വന്നത്. അതിന്റെ ചെറിയൊരു ക്ഷീണം ഞങ്ങൾക്ക് അതിലുണ്ടായി. പിന്നെ വീണ്ടും ടി.എൻ. രംഗത്ത് വന്ന് മത്സരത്തിന് വന്നു. അത് ആ ഒരു ഒക്ടോബർ തൊട്ടാണ്, 2023 ഒക്ടോബർ തൊട്ടാണ് പിന്നെ ആള് വളരെ ആക്റ്റീവായിട്ട് വന്നത്. അത് പിന്നെ അദ്ദേഹത്തിന്റെ പദയാത്രയും കാര്യങ്ങളും വൻ ഇതിൽ നിൽക്കുന്ന സമയത്താണ് സ്ഥാനാർത്ഥി മാറി കെ മുരളീധരനായത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ വോട്ടർമാരിൽ 35 to 40% ജെൻസിയാണ്, ബിലോ 40 വോട്ടേഴ്സ് ആണ്. അതിന്റെയൊക്കെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് വരില്ലേ? ഒരു സ്ഥാനാർത്ഥി പെട്ടെന്ന് മാറി വരുമ്പോ എല്ലാവർക്കും ഇത് പരിചയമില്ല എന്നല്ല ഞാൻ പറയണത്, ലീഡറുടെ മകനാണെന്നുള്ള പരിചയക്കുറവല്ല ഞാൻ പറയണത്. അതിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും കാര്യങ്ങൾ അപ്പുറത്ത് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു സെലിബ്രിറ്റി വരുമ്പോ സ്വാഭാവികം. പിന്നെ അന്തർധാര CPM അതുണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ? അതല്ലേ പൂരം കലക്കൽ വിവാദമൊക്കെ അങ്ങനെയല്ലേ വന്നത്? സേവാഭാരതിയുടെ ആംബുലൻസിൽ എങ്ങനെ സുരേഷ് ഗോപി എത്തി? രാജൻ മന്ത്രിക്ക് പോലും വരാൻ പറ്റിയില്ലല്ലോ. എന്തുകൊണ്ട് VS സുനിൽകുമാറിന് അവിടെ എത്താൻ പറ്റിയില്ല? എന്തുകൊണ്ട് കെ മുരളീധരന് എത്താൻ പറ്റിയില്ല? എന്തുകൊണ്ട് ടി.എൻ. പ്രതാപൻ ഇവരൊക്കെ ടൗണിലുണ്ടല്ലോ. രാജൻ മിനിസ്റ്റർ തന്നെ പറഞ്ഞല്ലോ, ADGP-നെ വിളിച്ചു, അദ്ദേഹം വന്നില്ല. ഇതൊക്കെ അത്തരത്തിൽ. അപ്പോ സുരേഷ് ഗോപി വരണു, ഒരു പ്രയാസകരമായ അന്തരീക്ഷത്തിൽ CPM ഇല്ല, കോൺഗ്രസ് ഇല്ല, അവിടെ സിനിമ സ്റ്റൈലിൽ രക്ഷകനായി വരുന്നു. അതൊക്കെ വർക്കൗട്ട് ചെയ്യില്ലേ? ഞാനായാലും നിങ്ങളായാലും ആവശ്യ നേരത്തെ ഓടി വന്ന ഒരാളെ മറക്കുവോ? സ്വാഭാവികല്ലേ അത്? രാഷ്ട്രീയ അത് ആ എഫക്ട് പിന്നീട് ഉണ്ടായില്ല. ഇപ്പോൾ സുരേഷ് ഗോപി എഫക്ട് ഒരിക്കലും ഇല്ല. സുരേഷ് ഗോപിയുടെ എഫക്ട് ഒന്നും ഈ തൃശ്ശൂർ പാർലമെന്റ് സെക്ടറിൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അതിന് മാത്രമുള്ള ഒരു വർക്കൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും തൃശ്ശൂരിനെ 36 സീറ്റ് വരെ BJP-ക്ക് ലീഡ് ഉണ്ടായിരുന്നല്ലോ സുരേഷ് ഗോപി ലോക്സഭാ മണ്ഡലത്തില്. അതെവിടെ പോയി? അതാ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു എക്സിറ്റ് പോളാണ്, അല്ലെങ്കിൽ സർവേ ഫലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഒരു ജില്ലയിലും ഇങ്ങനത്തെ ഒരു ഇത് നടന്നിട്ടില്ല, ഇവിടെ മാത്രമാണ് അത്. ഞാൻ പറയണത് ഇവര് പറയണേ അപ്പൊ ഞങ്ങൾക്ക് ഈ 39 പഞ്ചായത്ത് കിട്ടിയത് വെറുതെയാണോ? അവിടെയുള്ള ആൾക്കാരൊന്നും ഇനി ഞങ്ങൾക്ക് വോട്ട് ചെയ്യില്ലേ? അതെന്ത് കണക്കാ? അപ്പൊ എന്തുകൊണ്ട് അവര് പിന്നെ പഞ്ചായത്തിന് CPM-ന് ചെയ്തില്ല? ഈ 70 പഞ്ചായത്തിൽ അവരെ ജയിപ്പിക്കായിരുന്നില്ലേ? അപ്പൊ ഇതിനൊന്നും ഉത്തരം തരാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ യാതൊരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇവിടെ തെറ്റും. ഈ ജില്ലയിൽ അത്ഭുതം ഉണ്ടാവും. ഒരു സംശയങ്ങൾ വിചാരിക്കും. യാത്ര തൃശ്ശൂരിൽ എത്രമാത്രം വിജയമായിരുന്നു? ഏറ്റവും സക്സസ് ആയ ഒരു ജില്ലയാണ് തൃശ്ശൂര്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച് പാർട്ടി രംഗത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചുമതലയേറ്റ് 1 വർഷമാകുമ്പോഴേക്കാണ് ഈ പുതിയ 1 വർഷം കഴിഞ്ഞ് 10 ദിവസം, ഫെബ്രുവരി 8-നാണ് എന്റെ നിയമനം, 14-ന് ഞാൻ ചുമതല എടുത്തു. ഈ യാത്ര നടക്കുന്നത് ഫെബ്രുവരി 18, 19 ഏറ്റവും ഗംഭീരമായ ഒരു യാത്രയായിരുന്നു. ഏറ്റവും ഗംഭീരമായ നിലയിൽ VD സതീശന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പുതിയ യാത്രയൊക്കെ വൻ വിജയമാക്കി പോയതല്ലേ. തോളിൽ കയറ്റി കൊണ്ടിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ജനപ്രളയം എല്ലതും ഉണ്ടല്ലോ. തൃശ്ശൂർ നഗരത്തിൽ ഒരു കാലത്തും 7 മണി 8 മണിക്ക് ശേഷം ഒരു പാർട്ടിയുടെ യോഗം വിജയിക്കാറില്ല. ഞങ്ങൾ ഈ ജാഥ എത്തിയത് 8:30 മണിക്കാ, ഇത് കഴിയുന്നത് 9:30 മണിക്കാ. ആ തേക്കിങ്ങാട് മൈതാനി ഫുള്ളായിരുന്നു, എല്ലാവരും കണ്ടതല്ലേ. ഇപ്പോഴും നിങ്ങൾക്ക് അതിന്റെ വിഷ്വൽ എടുത്താൽ കാണാൻ പറ്റില്ലോ. അതിന്റെ അടുത്തുണ്ട്, ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ അത് വന്നത് എങ്ങനെയാ? വെറുതെ വരില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾക്ക് ഇതിലുള്ള ആത്മവിശ്വാസം ഒന്ന് ഞങ്ങളുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ,
വോട്ട് ഞങ്ങൾക്ക് ഭംഗിയായി ചേർത്താൻ പറ്റി. ഉം. 2 SIRന്റെ പ്രവർത്തനം നീക്കം ചെയ്യേണ്ടവരെ നീക്കം ചെയ്യാനും ചേർക്കേണ്ടവരെ കൊണ്ടുവരാനും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇത്തവണ SIR CPന്റെ ഭാഗത്തുനിന്ന് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടോ നമുക്ക്, CPM അണികളിൽ നിന്ന്? പിന്നെ എന്താ സംശയം? ഞാനൊരു കാര്യം ചോദിട്ടെ, ആശാ വർക്കേഴ്സിന്റെ സമരം ആരായിരുന്നു മുന്നില്? ഇടതുപക്ഷ സഹയാത്രികരല്ലേ? അവിടെ നിന്ന് ആരംഭിച്ച ഒരു പ്രയാണാണ് അത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരെ സഹായിച്ചിട്ടുണ്ട് പരസ്യമായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്. പോലീസ്, സർവീസ് സംഘടനകള്, ഇതിലൊക്കെയുള്ളവരെ പാർട്ടിയെ സഹായിച്ചിട്ടുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിയെ സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾക്കറിയാലോ, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലും അങ്ങനെ ഒറ്റയ്ക്ക് കോൺഗ്രസ് വോട്ട് കൊണ്ട് ജയിക്കാവുന്ന നിയമമണ്ഡലങ്ങളില്ലല്ലോ. ഇപ്പൊ തൃശ്ശൂരിൽ 7-8 സീറ്റ് കിട്ടുന്നു ഉറപ്പ് പറയുകയാണെങ്കിൽ കേരളത്തിൽ 100-ൽ പരം സീറ്റ് കിട്ടില്ലേ UDFന്? വരുമല്ലോ. അതല്ലേ പറഞ്ഞത്, കണക്ക് തെറ്റുന്നു. അല്ല, VD സതീശൻ 100+ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും കെ വേണുഗോപാൽ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്ന് വെച്ച് ഞാൻ ഈ എക്സിറ്റ് പോളുകളെ പിന്നെ തെറ്റാണെന്ന് ഇത് പറയല്ല. ഒരു അടിസ്ഥാനമില്ലാതായി പോയി പറഞ്ഞ കണക്കിന്, അത്രയ്ക്കുള്ളൂ. താങ്കൾക്ക് താങ്കളുടെ ജില്ലയെ കുറിച്ച് കൃത്യമായി പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം എനിക്കിതിന്റെ ഈച്ച് ആൻഡ് എവരി കോർണർ എനിക്കിതിൽ പറയാൻ പറ്റും. ഒരു അപശബ്ദം പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഈ ജില്ലയിൽ? ഉണ്ടായില്ലല്ലോ. നിങ്ങൾ എത്രയോ കൊല്ലം ഈ പൊതു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഈ ജില്ലയിൽ ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് നടക്കാറ്? എന്നും എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ? ഒന്ന്. രണ്ടാമതായിട്ട് സ്ഥാനാർത്ഥി നിർണയം. ഒരു സ്ഥലത്ത് പോലും ഒരു പൊട്ടിത്തെറി ഉണ്ടായില്ലല്ലോ. അതിനൊക്കെ പിന്നെ പറയുന്ന ടീം UDF ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. യാതൊരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. അത്രയും ഐക്യത്തോടു കൂടി പോയേക്കുന്നതാണ്. എന്തായാലും നമുക്ക് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ കടത്തി പറയാം. പറഞ്ഞോളൂ. ഈ ഒരു കടമ്പ ഈ ജില്ലയിൽ കടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി അത് പറ്റുമെന്ന് വിചാരിക്കണില്ല ഞാൻ. കാരണം അത്ര നല്ല പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്, പരിമിതികളിൽ നിന്നുകൊണ്ട്. 25 കൊല്ലം മുമ്പത്തെ കോൺഗ്രസിന്റെ ഇവിടുത്തെ ചരിത്രം എടുത്തിട്ട് പിന്നെ അവലോകനം നടത്തരുത്, അസസ് ചെയ്യരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൊല്ലം മുമ്പ് ലോക്സഭാ ഇലക്ഷന്റെ സമയത്തും അതിനുശേഷവും തകർന്നു പോയൊരു അടിത്തറയുണ്ട് ഈ പാർട്ടിയുടെ. അവിടെ നിന്ന് ഞങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഗംഭീരമായ ഒരു പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിസൾട്ട് ഞങ്ങൾക്ക് അനുകൂലമാവുന്നു തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കണു, എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് തെറ്റും തൃശ്ശൂർ ജില്ലയിൽ. ഓക്കെ, താങ്ക് യു.